ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്നാണ്. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വെച്ചിട്ട് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കത്തിന് ഒരു ഒരു ചാൻസ് ഉണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വെറും ഒരു പുതിയതായിട്ടുള്ള ഒരു ഫേസ് അല്ല, ജീവിതത്തിന്റെ കംപ്ലീറ്റ്ലി, അതായത് നമ്മൾ പറയുന്ന പോലെ ഒരു അടിത്തറ തന്നെ മാറ്റാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഒരു റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ അതേപോലത്തെ ഒരു അവസരമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ചേഞ്ചസും കാര്യങ്ങളും എന്തൊക്കെയോളം ഈ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലായോ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പേടി അല്ലെങ്കിൽ അതുപോലൊരു കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ പേടി അല്ലെങ്കിൽ ഒരു സംശയം, ഇതുണ്ടാവോ, ഇത് നടക്കുമോ എന്നൊക്കെ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണോ, അതല്ലെങ്കിൽ ഉള്ളതാണോ ഈ നടക്കുന്നത്, അത് സ്ഥിരതയുള്ളതാണോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഈ ബന്ധത്തിനെ കുറിച്ചുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് അതായത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെയും അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നുന്ന പോലത്തെ ഒരു സംശയം ആകില്ല ഇത്. നിങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ഒരുമിച്ച് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യേണ്ടത് ഉണ്ട്, നിങ്ങളുടെ ഒരു ലൈഫ് പേർപ്പസ് വെച്ചിട്ട്. നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി വെച്ചിട്ട് നിങ്ങളിൽ ഒരാൾ, അതായത് നിങ്ങളുടെ എനർജി വളരെ സഹന ശക്തിയും, അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ തർക്കങ്ങളും എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കൺട്രോൾ അല്ലാതെ വരുമ്പോഴും, അതല്ലാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇമോഷണലിയും മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നിങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു എനർജിയാണ് നിങ്ങളുടേത്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നാം, ഞാൻ ഈ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ എഫേർട്ട് ചെയ്യുന്നതൊക്കെ വേറൊരാൾക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ അയാൾ അതുപോലെയൊക്കെ എന്നോട് അങ്ങനത്തെ രീതിയിലുള്ളൊരു കാര്യങ്ങളും ഒന്നും തന്നെ ഇവിടെ കാണിക്കുന്നില്ല. അപ്പം അയാളിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണിനോട് കൂടുതലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അതായത് ഇമോഷണലി ഫിസിക്കലി ഒക്കെ നിങ്ങളുടെ ദേഷ്യങ്ങൾ, പിന്നെ നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഓരോ കാര്യങ്ങൾ അടിച്ചമർത്തിയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അത് ഒരുപാട് നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ മാത്രം കൂടുതൽ എഫേർട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് ഇപ്പോൾ ടയേർഡാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഞാൻ നിൽക്കണോ അതോ പോകണോ, ഇത് ജെനുവിൻ ആണോ, അങ്ങനെ ഒരുപാട് 100,000 ചോദ്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു ഇമോഷണലി നിങ്ങൾ ഒരുപാട് അകന്നാണ് നിൽക്കുന്നത്, മനസ്സിലായോ? പുറമേ എല്ലാം ശരിയാണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കും, അതിൽ നിങ്ങളെ തന്നെ തോന്നിപ്പിച്ചാൽ പോലും ഉള്ളിൽ ഒരുപാട് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും, മനസ്സിലായോ? ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് അടുത്തിരുന്നൊരു ബന്ധമായിരുന്നു, ഒരുപാട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ആണോന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് ഇമോഷണലി, മനസ്സിലായി, നമ്മളിപ്പോൾ സംസാരിച്ചാൽ മാത്രം പോരല്ലോ, ഇമോഷണലിയും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ടൈപ്പ് കാര്യങ്ങൾ, അതായത് ഇമോഷണലി മെന്റലി ഫിസിക്കലി ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ തരത്തിൽ ഉള്ള ഒരു ശ്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അയാൾ അതിനുവേണ്ടി ഇമ്പ്രൂവ് ചെയ്യാനോ അതല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിനൊന്നും അയാൾക്ക് ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ അയാൾ അതിൽ നിന്നൊക്കെ മാറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇംബാലൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്ന വളരെ സ്നേഹത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് നിങ്ങൾ തന്നെ ഇമോഷണലി തകർന്ന രീതിയിൽ ഇപ്പം അങ്ങനത്തെ ഒരു ചേഞ്ചസും വരുന്നുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലോട്ട് ചെല്ലുമ്പോൾ ഇതൊക്കെ മാറി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ
ഒരു ഇംബാലൻസ് കുറവായിരുന്നു. അതൊക്കെ മാറി ഇപ്പം നല്ല രീതിയിൽ നിങ്ങൾ തമ്മിൽ പോകുമെന്നാണ് നമുക്ക് ഇവിടുന്ന് ഈ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിന്തകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവരെ എന്താ പറയുക ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കെല്ലാം തുറന്ന് പറയാനൊന്നും പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് തകരുമോ എന്നൊക്കെ ഒരു പേടി. അത് മേ ബി ഇമോഷണലി നിങ്ങൾ എന്താണ് എന്നോട് കണക്ട് ആവാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അല്ലാതെ തേർഡ് പാർട്ടിയുടെ ഒരു റിലേഷൻഷിപ്പ് അല്ല നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ട്. നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അയാളോട് പറയണം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാലേ ചിലർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ സംസാരിക്കാമെങ്കിൽ മാത്രമേ പതുക്കെ പതുക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച മാറുകയുള്ളൂ. ഇത്രയൊക്കെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു പ്രതീക്ഷ ഇപ്പോഴും അവിടെ ജീവനോടെ ഉണ്ട്. അതല്ലേ ഇത് ശരിയാ, ഒരു ദിവസം എല്ലാം സെറ്റിൽ ആവും എന്നൊക്കെ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ പറഞ്ഞാൽ ഈ ഒരു ബന്ധം വിട്ടുകളയാനൊന്നും നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഇതിൽ ഒരുപാട് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വളരെ കൂടുതലായിട്ട്. നിങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ എഫേർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്നേഹം, അതിനുവേണ്ടി നിങ്ങൾ തിരിച്ച ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം വെറുതെ ആകരുതെന്ന് നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വീട്ടുകാരോടും അല്ലെങ്കിൽ ഒരുപാട് നാണക്കേടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ഈ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് തരത്തിൽ അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടു പോവാനും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സമ്മതിക്കുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ജോലിയാകും, നിങ്ങളുടെ പേഴ്സണലിയുള്ള ലൈഫ് എന്താ, അപ്പൊ ആ ഒരു സ്ഥലം വേറൊരിടത്ത്, ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് അപ്പുറത്തെ സൈഡ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് ട്രബിളും കാര്യങ്ങളും ഉണ്ട്. അതിന് ഇമോഷണലി നിങ്ങൾക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, ഒരുപാട് വല്ലാത്തൊരു ഡിസ്റ്റർബിങ് എനർജിയിലൂടെ കൂടെയൊക്കെ നിങ്ങൾ പോവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ വേണം. ഞാനിത് എങ്ങോട്ടാണ് പോണത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കംപ്ലീറ്റ്ലി കൺഫ്യൂഷൻ ആണ്. ആ കൺഫ്യൂഷൻ കൂടുതലാണ്. ആ ഒരു കൺഫ്യൂഷനിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ടായിരുന്നു. ഒരാൾ ഒരുപാട് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് ടോക്സിക് അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു ആ ഒരു പേഴ്സണോട്. പറഞ്ഞാല് ഈ ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഒരു പോസിറ്റീവായിട്ട് മാറ്റമാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ കൂടുതൽ നിങ്ങൾ സെൽഫ് അവെയർ ആകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വളരെ വാല്യൂ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഇമോഷൻസിലും എല്ലാത്തിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ടൈമാണ്. നമുക്കിവിടെ ഈ റീഡിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് വരുമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിലേക്ക് പോകാൻ, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ടൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിലോട്ട്, അതായത് നേരത്തെ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു, ഇപ്പൊ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് തുടങ്ങി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ ഇപ്പൊ നിങ്ങളിലോട്ട് ഉടൻ തന്നെ വരും. അതല്ലെങ്കിൽ ചിലർക്കൊക്കെ ഇപ്പൊ തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ അതിനർത്ഥം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുമോ ഒന്നൊന്നുമില്ല. പക്ഷേ പഴയതുപോലെ തിരികെ നിങ്ങൾ അതിലോട്ട് തിരിച്ചു ചെല്ലണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ രണ്ടുപേരിൽ നിന്നും ഒരേപോലത്തെ ഒരിത് വേണമെന്നോ ഒന്നും നിങ്ങൾ വാശി പിടിക്കില്ല. അതായത് ഇഷ്ടം രണ്ടുപേരും ഒരേപോലെ ചെയ്യണം, എല്ലാവരും കാര്യം അങ്ങനത്തെ രീതിയിലൊന്നും നിങ്ങൾ കൂടുതൽ വഴക്കിടുക അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുക അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ മാത്രം ശ്രമിച്ച് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് പോവുക. നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനാണ് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അതായത് ഇപ്പോൾ ആ ഒരു രീതിയിലോട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് പഴയ രീതിയിൽ തന്നെ തുടരാം, അതല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച്, അതായത് ഇപ്പോഴത്തെ ഇതിൽ നിന്ന് നിങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കുറച്ചൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് ആ ഒരു വഴിയിലോട്ട് നിങ്ങൾ പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള ഡിസിഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും.
ഇപ്പൊ അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചാൽ നിങ്ങളുടെ ഹേർട്ട് ഇപ്പോഴും ഒരു പ്രതീക്ഷ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചിലർക്ക് ചെറിയൊരു തോന്നൽ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ പോകണമെന്ന്. അതായത് നിങ്ങൾക്ക് അവിടെ ഇപ്പോഴും ഒരു ചെറിയൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ റിയാലിറ്റി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ എനർജി ഇപ്പം അങ്ങനെയാണ്. നമുക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലവ്, ക്ലാരിറ്റി, റെസ്പെക്ട് ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങളുടെ ഉത്തരങ്ങൾക്കും നിങ്ങളുടെ ആൻസറിനും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനും നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഗ്രാജുവലി നമ്മൾ മാഗ്നറ്റായി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തു വരുന്നു. അപ്പോൾ ഈ ഒരു പറയുന്ന ഒരു പേഴ്സണൽ എനർജിയിലും ഷിഫ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ചെല്ലാത്തത് കൊണ്ട് ആ ഒരു പേഴ്സണിലും ആ ഒരു കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതലും ഇങ്ങോട്ട് അടുക്കാനും തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേഴ്സണും നിങ്ങളിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മിസ് ഓൾ ഫാമിലി.